നമസ്കാരം, സ്വാഗതം മിഡിസ്റ്റ് അവറിലേക്ക്. പ്രധാന വാർത്തകൾ ആദ്യം. ഗസയുടെ ഭാവി ഭരണവും വെടിനിർത്തലും ചർച്ച ചെയ്യാൻ US ഉന്നതതല സംഘം സൗദിയിൽ. US സംഘത്തെ അറബ് രാജ്യങ്ങൾ നിലപാടറിയിക്കും. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗവും ഉടൻ. ഗസയിലേക്ക് മൊബൈൽ വീടുകൾ നൽകുന്നതിന് പകരമായി കൂടുതൽ ബന്ദികളെ നൽകണമെന്ന് ഇസ്രായേൽ. മുബാറക് അൽ കബീർ തുറമുഖ പദ്ധതി കരാറിൽ ഒപ്പുവെച്ച് കുവൈത്തും ചൈനയും. പഠനവും രൂപകൽപ്പനയും പ്രാരംഭ നടപടികളും ചൈനീസ് കമ്പനി നിർവഹിക്കും. ലക്ഷ്യം വയ്ക്കുന്നത് 8.1 ദശലക്ഷം യൂണിറ്റ് കണ്ടെയ്നർ ശേഷിയുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖം. സൗദിയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ. പുതിയ നിയമ ഭേദഗതി നാളെ മുതൽ നിലവിൽ. പ്രസവാവധിയിലടക്കം കൂടുതൽ ആനുകൂല്യം. ജീവനക്കാർക്ക് താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ തൊഴിലുടമയുടെ ഉത്തരവാദിത്തം. സൗദിയിൽ പണപ്പെരുപ്പ നിരക്ക് വീണ്ടും ഉയർന്നു. ജനുവരിയിൽ നിരക്ക് വീണ്ടും 2%-ലെത്തി. കാരണമായത് വീട്ടുവാടകയിലടക്കമുണ്ടായ വർധന. വെള്ളം, വൈദ്യുതി, ഗ്യാസ് എന്നിവയുടെ വിലയിലും വർധന. കുവൈത്തിൽ ദിയാധനം 20,000 ദിനാറാക്കി കൂട്ടി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. പുതിയ നിയമ ഭേദഗതി നാളെ മുതൽ നിലവിൽ. പുതിയ ഭേദഗതി പ്രകാരം പ്രസവാവധിയിലടക്കം ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കും. നാളെ മുതലായിരിക്കും പുതിയ നിയമ ഭേദഗതികൾ നിലവിൽ വരിക. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. സഹോദരന്റെയോ സഹോദരിയുടെയോ മരണവുമായി ബന്ധപ്പെട്ട് വേതനത്തോടെയുള്ള 3 ദിവസത്തെ അവധി ലഭിക്കും. സ്ത്രീകൾക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുക 12 ആഴ്ചത്തെ അവധിയായിരിക്കും. പ്രസവ തീയതിക്ക് 4 ആഴ്ച മുന്നേ അവധിയിൽ പ്രവേശിക്കാം. വേതനത്തോടുകൂടിയായിരിക്കും അവധികൾ ലഭ്യമാകുക. ഓവർ ടൈം ജോലികൾക്ക് അധിക വേതനത്തിന് പകരമായി അവധി നൽകാനും പുതിയ ഭേദഗതിയിൽ അവകാശമുണ്ട്. തൊഴിലാളിയുടെ അനുമതിയോടെയായിരിക്കണം അവധി നൽകേണ്ടത്. തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തൊഴിലാളി ചുരുങ്ങിയത് 30 ദിവസങ്ങൾക്ക് മുന്നേ തൊഴിലുടമയെ വിവരം അറിയിച്ചിരിക്കണം. തൊഴിലുടമയാണ് കരാർ അവസാനിപ്പിക്കുന്നതെങ്കിൽ 60 ദിവസങ്ങൾക്ക് മുന്നേ നോട്ടീസ് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. വർണ്ണ, ഭാഷ, ലിംഗവിവേചനം എന്നിവ കുറ്റകരമായി കണക്കാക്കും. ജീവനക്കാർക്ക് താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. ഭേദഗതി പ്രകാരം പ്രൊബോഷൻ കാലം 180 ദിവസമായിരിക്കും. കാലാവധിക്ക് ശേഷം കരാർ അവസാനിപ്പിക്കാൻ ഇരു കൂട്ടർക്കും അവകാശമുണ്ടെന്നും പുതിയ ഭേദഗതി സൂചിപ്പിക്കുന്നു. സ്വകാര്യ കമ്പനികളിലെ സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ മുഴുവൻ ജീവനക്കാർക്കും ഉത്തരവ് ബാധകമാണ്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മുബാറക് അൽ കബീർ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച് കുവൈത്തും ചൈനയും. പദ്ധതിയുടെ പഠനം, രൂപകൽപ്പന, പ്രാരംഭ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത്. കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ, ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ചെൻജോങ് എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. കുവൈറ്റിലെ ചൈനീസ് എംബസി പ്രതിനിധികളും കുവൈറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ബർത്തുകളും 8.1 ദശലക്ഷം യൂണിറ്റ് കണ്ടെയ്നർ ശേഷിയുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ് മുബാറക് അൽ കബീർ തുറമുഖം. രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക വികസനത്തിൽ പദ്ധതി നിർണായക സംഭാവന നൽകും. വടക്കൻ തീരത്ത് ബുബിയാൻ ദ്വീപിൽ ഇറാഖ് അതിർത്തിക്കടുത്താണ് തുറമുഖ നിർമ്മാണം. ഇറാഖിലേക്കുള്ള കപ്പൽ പാതയ്ക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാഖ് നേരത്തെ എതിർപ്പുയർത്തിയിരുന്നു. എന്നാൽ ബസറയിലേക്കുള്ള കപ്പൽ പാതയിൽ ഒരു തരത്തിലുള്ള തടസ്സവും തുറമുഖ പദ്ധതി ഉണ്ടാക്കില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. 100 കോടി ദിനാറാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പൂർണ്ണമായും നടപ്പിലാകുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടാകും. വിദേശ നിക്ഷേപം ആകർഷിക്കാനും പ്രാദേശിക സംരംഭങ്ങളെ ശക്തിപ്പെടുത്താനും പുതിയ പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഇത്തവണത്തെ റമദാനിൽ സൗദി 700 ടൺ ഈത്തപ്പഴം കയറ്റി അയക്കും. 102 രാജ്യങ്ങളിലേക്കായിരിക്കും ഈത്തപ്പഴം സൗജന്യമായി എത്തിക്കുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 200 ടൺ ആണ് ഇത്തവണ വർദ്ധിപ്പിച്ചത്. 700 ടൺ സൗദി ഈന്തപ്പഴമായിരിക്കും ഇത്തവണ റമദാനിൽ കയറ്റി അയക്കുക. 102 രാജ്യങ്ങളിലേക്കായിരിക്കും കയറ്റുമതി. കസ്റ്റോഡിയൻ ഓഫ് 2 ഹോളി മോസ്ക് ഗിഫ്റ്റ് പ്രോഗ്രാം ഫോർ പ്രൊവൈഡിംഗ് ഡേറ്റ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണിത്. ഇസ്ലാമിക് അഫയേഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും വിതരണം. കഴിഞ്ഞ വർഷം റമദാനിൽ വിതരണം ചെയ്തത് 500 ടൺ ഈന്തപ്പഴമായിരുന്നു. 200 ടണ്ണിന്റെ അധിക ഈന്തപ്പഴമാണ് ഇത്തവണ കയറ്റുമതി ചെയ്യുക. ഇതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായും മന്ത്രാലയം അറിയിച്ചു. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കൽ, വിദ്വേഷം, തീവ്രവാദം എന്നിവയ്ക്കെതിരെ പോരാടൽ എന്നിവയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ഗസയിലേക്ക് മൊബൈൽ വീടുകൾ നൽകുന്നതിന് പകരമായി കൂടുതൽ ബന്ദികളെ കൈമാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. ശനിയാഴ്ച 3 പകരം 6 ബന്ദികളെ വിടണമെന്നാണ് ആവശ്യം. കൊല്ലപ്പെട്ട ബന്ദികളുടെ വിവരം അടുത്ത ദിവസം കൈമാറാമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു. ഹമാസിനെ നിരായുധീകരിക്കാൻ ആരും നോക്കേണ്ടെന്നും ഗസയിൽ പിടിമുറുക്കാൻ ആര് ശ്രമിച്ചാലും ശത്രുക്കളായി കാണുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. തെലവീവിൽ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ബന്ദികളുടെ ബന്ധുക്കളുടെ പ്രക്ഷോഭം തുടരുകയാണ്. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, ഈ മൊബൈൽ വീടുകൾ അങ്ങോട്ട് കയറ്റി അയക്കാത്തതിൽ വലിയ പ്രതിഷേധം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ചും കൊടും ദുരിതത്തിൽ കഴിയുന്ന ഗസ നിവാസികൾക്ക് ആ മൊബൈൽ വീടുകൾ അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ വലിയ ആശ്വാസകരമാണ്. അത് പക്ഷേ ഒരു ട്രംപ് കാർഡായി ഇസ്രായേൽ എടുക്കുന്നതും കൂടി നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഇത് വിട്ടുകിട്ടണമെങ്കിൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കണമെന്നുള്ളൊരു ആവശ്യം ഹമാസുമായി നേരിട്ട് മുന്നോട്ട് വെച്ചതായാണോ വിവരം? സൈഫുദ്ദീൻ, നമുക്ക് നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ മൊബൈൽ വീടുകൾ അടിയന്തരമായിട്ട് ഗസയിൽ എത്തേണ്ടതുണ്ട്. കാരണം പലരും ഈ അതിശൈത്യമുള്ള ഒരു സമയത്ത് പോലും പുറത്ത് വളരെ പ്രയാസകരമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന സാഹചര്യത്തിൽ ഈ മൊബൈൽ വീടുകൾ ഉടനടി അവിടെ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൂറ്റൻ യന്ത്ര സാമഗ്രികൾ എത്തിക്കുക എന്നത് നേരത്തെ കരാറിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഈ ആദ്യഘട്ട കരാറിന്റെ പിന്നെ അവസാനത്തിൽ തന്നെയും ഇത് നടപ്പാക്കണമെന്ന നിർദ്ദേശമുള്ളതാണ്. പക്ഷേ ഇതുവരെയും അതിനുള്ള അനുമതി ഇസ്രായേൽ നേതൃത്വം നൽകിയിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കൂടുതൽ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ കരാറിനെ ദുർബലപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഹമാസിന് മുകളിൽ കൂടുതൽ വലിയ സമ്മർദ്ദം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 3 ബന്ദികളെ വിടുന്നതിന് പകരം അടുത്ത ശനിയാഴ്ച 6 ബന്ദികളെ വിടണമെന്നൊരു നിർദ്ദേശം ഇസ്രായേൽ നേതൃത്വം നെതന്യാഹു മുന്നോട്ട് വെച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഈ ശനിയാഴ്ച തന്നെ 3 പകരം 6 ബന്ദികളെ വിടുകയാണെങ്കിൽ 100 കണക്കിന് മൊബൈൽ വീടുകൾ ഉടൻ തന്നെ ഗസക്ക് കൈമാറാമെന്ന് നെതന്യാഹു അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളും ഹമാസും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോൾ പോലും തുടരുകയാണ്. കാരണം ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോ മാർഗരേഖയോ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതൃത്വം ഇനിയും പുറപ്പെടുവിച്ചിട്ടില്ല. കെയ്റോയിൽ തങ്ങുന്ന ഇസ്രായേൽ സംഘം നിലവിലുള്ള കരാറിന്റെ ആദ്യഘട്ട കരാറിന്റെ ഭാഗങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം മറ്റു വിവരങ്ങൾ അറിയിക്കാമെന്നാണ് നെതന്യാഹു ഈ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ സൗദി അറേബ്യയിലുണ്ട്. സൗദി കിരീടാവകാശിയുമായിട്ട് അദ്ദേഹം ഇന്ന് രാത്രി തന്നെ ചർച്ച നടത്തും. ആ ചർച്ചയെ തുടർന്ന് മറ്റു കാര്യങ്ങൾ കൂടി മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് അടുത്ത വ്യാഴാഴ്ച നടക്കുന്ന അറബ് ലീഗ് നേതൃയോഗം, അത് റിയാദിലാണ് നടക്കുന്നത്. ആ യോഗത്തിലായിരിക്കും അറബ് ലീഗിന്റെ ഒരു ബദൽ നിർദ്ദേശം, ട്രംപിന്റെ ഗസ ഏറ്റെടുക്കൽ പദ്ധതിക്ക് എതിരായിട്ടുള്ള ഒരു ബദൽ നിർദ്ദേശം അറബ് ലീഗ് മുന്നോട്ട് വെക്കുക. അതിനോട് ഹമാസ് എത്ര കണ്ട് സഹകരിക്കും, അതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ നിലപാട് എന്ത് എന്നതും അടുത്ത ദിവസം അറിയാം. അത് ഏറ്റവും നിർണായകമായിരിക്കും ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളവും. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് ദുബൈയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ഗസയുടെ ഭാവി ഭരണവും വെടിനിർത്തലും സംബന്ധിച്ച് US ഉന്നതതല സംഘം സൗദിയുമായി ചർച്ച നടത്തും. ഗസക്കാരെ നാടുകടത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ സൗദി ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ തള്ളിയിരുന്നു. ഗസയുടെ ഭാവി സംബന്ധിച്ച് അറബ് രാജ്യങ്ങളുടെ നിലപാട് US സംഘം കേൾക്കും. സൗദിയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതനും ഇസ്രയേൽ അനുകൂലിയുമായ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സൗദി വിദേശകാര്യമന്ത്രി കിരീടാവകാശി എന്നിവരുമായി ചർച്ച നടത്തുന്നത്. ഇസ്രയേലിൽ നിന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയത്. വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടം നിലവിൽ അനിശ്ചിതാവസ്ഥയിലാണ്. ഇതുൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. ഗസയുടെ ഭാവി സംബന്ധിച്ച ട്രംപിന്റെ പ്രസ്താവനയോടെ സങ്കീർണമായിട്ടുണ്ട് യുഎസിന്റെ ഗസ വിഷയത്തിലെ ഇടപെടൽ. ഗസക്കാരെ കുടിയൊഴിപ്പിച്ചുള്ള നീക്കം അറബ് രാഷ്ട്രങ്ങൾ എതിർത്തിരുന്നു. ഇതോടെ ബദൽ പ്ലാൻ സമർപ്പിക്കാനായിരുന്നു യുഎസിന്റെ നിർദ്ദേശം. അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ഭരണത്തിന് അന്താരാഷ്ട്ര കമ്മിറ്റി എന്നതാണ് ഈജിപ്തിന്റെ വിഷയത്തിലുള്ള നിർദ്ദേശം. ഇത് യുഎസിന് മുമ്പിൽ സമർപ്പിക്കും. ഇതോടൊപ്പം ഹമാസിനെ ഭരണത്തിൽ നിന്ന് മാറ്റണമെന്നതാണ് US ഇസ്രയേൽ താൽപര്യം. ഇതിൽ ഭരണപങ്കാളിത്തം വിട്ടുകൊടുക്കാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഹമാസ് ഇല്ലാതാക്കി ഭരണത്തിൽ നിന്നും ഒഴിയണമെന്നതാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം. സൗദി ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഗസ യുദ്ധം തീർന്ന് ഇസ്രയേലുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ സൗദി ഒരുക്കമാണ്. അതിന് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുക്കണമെന്ന നിർദ്ദേശം സൗദി ആവർത്തിച്ചിട്ടുണ്ട്.
ട്രംപിന്റെ ഗസ വിരുദ്ധ അഭിപ്രായങ്ങൾ അറബ് ലോകത്ത് യുഎസിനും ഇസ്രയേലിനുമെതിരെ ശക്തമായ വികാരമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഗസക്കാരെ സൗദിയിലേക്ക് എടുത്തോളൂ എന്ന നെതന്യാഹുവിന്റെ പരാമർശം ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും പേരെടുത്ത് വിമർശിക്കാനും കാരണമായി. ഈ പശ്ചാത്തലത്തിലെല്ലാമാണ് റിയാദിൽ രഹസ്യവും പരസ്യവുമായ വിവിധ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൗദി മധ്യസ്ഥതയിലുള്ള സുപ്രധാന ചർച്ചയ്ക്ക് നാളെ തുടക്കമാകും. യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായി റഷ്യ US മന്ത്രിമാർ ഒന്നിച്ചിരിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ യോഗത്തിനുണ്ട്. ഈ മാസം ട്രംപും പുടിനും സൗദിയിൽ നേരിട്ട് കണ്ടേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തീയതി സ്ഥിരീകരിച്ചിട്ടില്ല. സൗദിയുടെ മധ്യസ്ഥതയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചക്കാണ് റിയാദിൽ നാളെ തുടക്കമാകുന്നത്. ഇതിന് മുന്നോടിയായി യുഎസിന്റെയും റഷ്യയുടെയും ഉന്നത സംഘം ഇന്ന് റിയാദിലെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സംഘത്തിലുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, വിദേശകാര്യ നയ ഉപദേഷ്ടാവ് യൂറി ഉഷ്കോവ് എന്നിവരും സംഘത്തിലുണ്ട്. ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയാണ്: 1. കുഴഞ്ഞുമറിഞ്ഞ റഷ്യ-US ബന്ധം മെച്ചപ്പെടുത്തുക. 2. ഊർജം, പശ്ചിമേഷ്യ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുക. 3. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിടുക. നാളെയാണ് ചർച്ചകൾക്ക് തുടക്കം. യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്തായി പറയുന്ന ഭൂമി വിട്ടുകൊടുക്കില്ലെന്ന് റഷ്യ ഇന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഏകപക്ഷീയമായി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ യൂറോപ്പിലും വിമർശനമുണ്ട്. സൗദിയിലെ ചർച്ചയിൽ യുക്രൈനെ നിലവിൽ ക്ഷണിച്ചിട്ടുമില്ല. ഈ ചർച്ചയിൽ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള കരാറുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നാണ് യുക്രൈന്റെ പ്രതികരണം. എങ്കിലും റഷ്യയും യുഎസും ആദ്യമായി സമാധാന ലക്ഷ്യത്തോടെ ഒന്നിച്ചിരിക്കുന്നുവെന്ന പ്രത്യേകത ഈ യോഗങ്ങൾക്കുണ്ട്. ഈ മാസം ട്രംപും പുടിനും സൗദിയിൽ നേരിട്ട് കണ്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തീയതി സ്ഥിരീകരിച്ചിട്ടില്ല. ഉടൻ ഉണ്ടാകുമെന്നാണ് ഇന്ന് ട്രംപിന്റെ പ്രതികരണം. ഗസയും യോഗത്തിൽ സ്വാഭാവികമായും ചർച്ചയാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിൽ പണപ്പെരുപ്പ നിരക്ക് വീണ്ടും ഉയർന്നു. ജനുവരിയിൽ പണപ്പെരുപ്പം വീണ്ടും 2% റിപ്പോർട്ട്. നിരക്ക് ഡിസംബറിലെ നിരക്കായ 2% നിലനിർത്താനായതായ റിപ്പോർട്ട്. ഭവന വാടക, വെള്ളം, വൈദ്യുതി, പാചകവാതകം, മറ്റ് ഇന്ധനങ്ങൾ എന്നിവയുടെ വിലയിലുണ്ടായ വർധനവാണ് പണപ്പെരുപ്പം വീണ്ടും ഉയരാൻ ഇടയാക്കിയത്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയത്. 2025 ജനുവരിയിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് വീണ്ടും 2%. കഴിഞ്ഞ വർഷം നവംബറിൽ നിരക്ക് 2% ഉയർന്നെങ്കിലും ഡിസംബറിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി 1.9 എത്തിയിരുന്നു. ഇതാണ് വീണ്ടും ഉയർന്നത്. ഭവന വാടകയിലുണ്ടായ വർധനവാണ് പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിന് പ്രധാനമായും കാരണമായത്. ജനുവരിയിൽ രാജ്യത്തെ ഭവന വാടക നിരക്ക് 9.7% വരെ വർധനവ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ വെള്ളം, വൈദ്യുതി, ഗ്യാസ്, മറ്റിന്ധനങ്ങൾ എന്നിവയുടെ വിലയിൽ 0.8% മുതൽ 3.3% വരെ വില വർദ്ധിച്ചു. എന്നാൽ ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ, റെഡിമെയ്ഡ്സ് ആൻഡ് ഫുട്വെയർ എന്നിവയുടെ വിലയിൽ 2.4% വരെ വിലക്കുറവും പോയ മാസത്തിൽ രേഖപ്പെടുത്തി. പണപ്പെരുപ്പം 2% ഉയർന്നെങ്കിലും G20 രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തുന്ന ഏക രാജ്യമാണ് സൗദി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ നഗരങ്ങളിൽ നിരോധന സമയങ്ങളിൽ ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നതിന് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നു. ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് യോഗ്യതകൾക്കനുസരിച്ച് പെർമിറ്റ് അനുവദിക്കുക. ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി, ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എന്നിവ സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ട്രക്കുകൾക്ക് നഗരങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ സമയങ്ങളിൽ പ്രവേശനം സാധ്യമാക്കുന്നതാണ് പുതിയ സംവിധാനം. ഇതിനായി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പോർട്ടലായ logisty.sa എന്ന പ്ലാറ്റ്ഫോം വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നിബന്ധനകൾക്കും യോഗ്യതകൾക്കും വിധേയമായി പ്രവേശനാനുമതി ലഭ്യമാക്കുന്നതാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സംവിധാനം. ലോജിസ്റ്റിക്സ് സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ട്രക്കുകളുടെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനും നഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ തിരക്ക് കുറയ്ക്കുന്നതിനും ഗതാഗത ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംവിധാനം സഹായിക്കുമെന്ന് ഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. പദ്ധതിയിലൂടെ റോഡുകളിലെ നിരോധനം, തിരക്ക്, ഗതാഗതക്കുരുക്ക് എന്നിവ ലഘൂകരിക്കുന്നതിനും റോഡ് മാർഗം ചരക്കുകൾ കൊണ്ടുപോകുന്ന കാരിയറുകൾക്ക് സുഗമമായി അവ എത്തിക്കുന്നതിനും ട്രക്ക് ഡ്രൈവർമാരുടെ നീണ്ട കാത്തിരിപ്പുകൾ ഒഴിവാക്കുന്നതിനും ലക്ഷ്യമിടുന്നതായും അതോറിറ്റി അധികൃതർ വിശദീകരിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.
കുവൈത്തിൽ ദിയാധനം 20,000 ദിനാറാക്കി വർദ്ധിപ്പിച്ചു. ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി നീതിന്യായ മന്ത്രി നാസർ അൽ സനൂൻ അറിയിച്ചു. ഇസ്ലാമിക് ശരീഅത്ത് വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് ദയാധനത്തിന്റെ മൂല്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയത്. ജീവൻ സംരക്ഷിക്കുകയും ന്യായമായ നഷ്ടപരിഹാരം എന്ന ആശയം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഭേദഗതി പിന്തുണയ്ക്കുന്നുവെന്ന് അൽ സനൂൻ പറഞ്ഞു. നിയമനിർമ്മാണ ചട്ടക്കൂട് മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഭേദഗതിയെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്ത് വിമാനത്താവളം വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിച്ചു. 1 ദശലക്ഷം ലിറിക്ക ക്യാപ്സ്യൂളുകൾ കടത്താൻ ശ്രമിച്ച സൈനികനും കസ്റ്റംസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത്. 1,60,000 കുവൈത്ത് ദിനാർ പിഴയും വിധിച്ച കോടതി കുറ്റവാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ഉത്തരവിട്ടു. കൈക്കൂലിക്ക് പകരമായി 7 ബാഗുകളിലായി കള്ളക്കടത്ത് സാധനങ്ങൾ കടത്തിയതായി അധികൃതർക്ക് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് 2 കസ്റ്റംസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിൽ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച പ്രവാസിക്ക് 30,000 ദിനാർ പിഴയും 3 വർഷം തടവും നാടുകടത്തലും ശിക്ഷ. വീട്ടുജോലിക്കാരിയെ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ താൽക്കാലിക നഷ്ടപരിഹാരം നൽകാനുള്ള കോടതി വിധി സിവിൽ കോർട്ട് ഓഫ് അപ്പീൽ ശരിവച്ചു. മുബാറക് അൽ കബീർ ഗവർണറേറ്റിലാണ് സംഭവം. കൈമുട്ടൊടിഞ്ഞതുൾപ്പെടെ നിരവധി പരിക്കുകൾ ഉള്ളതായി വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. പ്രവാസി വെൽഫെയർ സൗദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് മാണിയമ്പലം മുഖ്യാതിഥിയായി. ഇന്ത്യയിലെ വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളെ ഇല്ലാതാക്കി ഏകശിലാ സംസ്കാരത്തിലേക്ക് രാജ്യത്തെയും ജനങ്ങളെയും പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹിന്ദുത്വ ശക്തികൾ. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഗമത്തിൽ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. പ്രസിഡന്റ് ഷബീർ ചാത്തമംഗലം, KM സാബിക്ക്, ഷക്കീർ ബിലാവിനകത്ത് എന്നിവർ സംബന്ധിച്ചു. എന്ന ഒരു ചോദ്യത്തെ പരമോന്നത അറബ് സുരക്ഷാ മെഡലായ പ്രിൻസ് നായിഫ് മെഡൽ ഫോർ അറബ് സെക്യൂരിറ്റി ഓഫ് ദി എക്സലന്റ് ക്ലാസ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൗൺസിലാണ് മെഡൽ സമ്മാനിച്ചത്. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും സഹകരണവും വളർത്തിയെടുക്കുന്നതിലും മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും പിന്തുണ നൽകുന്നതിലും സുൽത്താൻ വഹിച്ച ക്രിയാത്മക പങ്കിനെ അഭിനന്ദിച്ചാണ് ആദരവ്. തുണീഷ്യയിൽ നടന്ന 42ാമത് മന്ത്രിതല യോഗത്തിൽ ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയാണ് മെഡൽ സ്വീകരിച്ചത്. തുടരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന്റെ 8ാമത് പതിപ്പിന് മസ്കത്തിൽ തുടക്കമായി. സമുദ്ര പങ്കാളിത്തത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമുള്ള വാർഷിക അന്താരാഷ്ട്ര വേദിയാണ് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം. സമുദ്ര പങ്കാളിത്തത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്ന പ്രമേയത്തിലാണ് മസ്കത്തിൽ 8ാം പതിപ്പിന് തുടക്കമായത്. സമുദ്രമേഖലയിൽ ഉൾക്കൊള്ളലിൻ്റെയും പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും 2 ദിവസത്തെ സമ്മേളനം സാക്ഷ്യം വഹിക്കും. സമുദ്ര പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം വെറുമൊരു ജലാശയമല്ല എന്ന പൊതുവായ തത്വത്തെയാണ് നിങ്ങളുടെ സാന്നിധ്യം പ്രതിഫലിക്കുന്നതെന്ന് സ്വാഗത പ്രസംഗത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു. 60-ലധികം രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പങ്കാളികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യാപാര ഇടനാഴികൾ മെച്ചപ്പെടുത്തുന്നതിനും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും തുറമുഖ സുരക്ഷയ്ക്ക് സാങ്കേതിക പുരോഗതി പ്രയോജനപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ സമ്മേളനത്തിൽ പര്യവേക്ഷണം ചെയ്യും. മീഡിയ 1 മസ്കത്ത്. നാഫോ ഗ്ലോബൽ കുവൈത്ത് സാൽമിയ ബീച്ച് ശുചീകരിച്ചു. കുവൈത്ത് ദേശീയ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത ശുചീകരണ ക്യാമ്പയിൻ നാഫോ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെഡക്സ് മെഡിക്കൽ BEC പ്രതിനിധികൾ പങ്കെടുത്തു. ബീച്ച് ക്ലീനപ്പ് പരിപാടിക്ക് നാഫോ ഭാരവാഹികൾ നേതൃത്വം നൽകി. സൗദിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് പുറമെ ചെറുപട്ടണങ്ങളിലേക്കും ഹോട്ടൽ വിനോദ പദ്ധതികൾ ആരംഭിക്കുന്നു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലെ അസ്ഫാറിന് കീഴിലാണ് പദ്ധതികൾ നടപ്പിലാക്കുക. വിഷൻ 2030ന്റെ പ്രധാന ലക്ഷ്യമായ എണ്ണ ഇതര വരുമാനം ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. സൗദിയിലെ പ്രധാന നഗരങ്ങളിലെ പദ്ധതികൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹോട്ടൽ വിനോദ പദ്ധതികൾ നടപ്പിലാക്കാനാണ് അസ്ഫാർ ലക്ഷ്യമിടുന്നത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ അനുബന്ധ സ്ഥാപനമാണ് അസ്ഫാർ. രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ പർവ്വത പ്രദേശങ്ങളായ അൽബഹ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പദ്ധതി നടപ്പിലാക്കും. ഇതിനൊപ്പം ചെങ്കടൽ തീരത്തെ യാംബുവിലുമാണ് ഇതിന്റെ ആദ്യ പദ്ധതികൾ ആരംഭിക്കുന്നത്. 2000 ഹോട്ടൽ മുറികൾ ഉൾക്കൊള്ളുന്നതായിരിക്കും പദ്ധതി. ഇതുവഴി 5 ദശലക്ഷം പുതിയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്ന് അസ്ഫാർ CEO ഫഹദ് ബിൻ മുഷൈദ് പറഞ്ഞു. 40 മില്യൺ മുതൽ $107 മില്യൺ വരെയുള്ള പദ്ധതികളാണ് അസ്ഫാർ നടപ്പിലാക്കുക.
30% സ്വകാര്യ നിക്ഷേപത്തോടെയാണ് പദ്ധതികൾ. 2024 സൗദി അറേബ്യയുടെ ടൂറിസം വ്യവസായം $380 കോടി സ്വകാര്യ നിക്ഷേപം രാജ്യത്ത് എത്തിച്ചിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും $80 ബില്യൺ നിക്ഷേപം ആകർഷിക്കലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ വ്യാപാരമേളയായ ഗൾഫ് ഫുഡിന് ദുബൈയിൽ തുടക്കം. പ്രദർശനത്തിന്റെ 30ാം പതിപ്പിനാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായത്. ഫെബ്രുവരി 21 വരെയാണ് പ്രദർശനം. 13 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ 24 എക്സിബിഷൻ ഹാളുകൾ. അതിൽ 129 രാഷ്ട്രങ്ങളിൽ നിന്നായി 5500-ലേറെ കമ്പനികൾ. ഭക്ഷ്യമേഖലയിലെ കുഞ്ഞൻ സ്റ്റാർട്ടപ്പുകൾ മുതൽ ബഹുരാഷ്ട്ര കമ്പനികൾ വരെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നത് 10 ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങൾ. ഗൾഫ് ഫുഡിൻ്റെ ഏറ്റവും വലിയ എഡിഷനാണ് തിങ്കളാഴ്ച ദുബൈയിൽ തുടക്കമായത്. ഗൾഫ് ഫുഡ് രുചിപ്പെരുമയുടെ മേള മാത്രമല്ല, ഈ മേഖലയിലെ ഏറ്റവും പുതിയ പ്രവണതകൾ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള വേദി കൂടിയാണ്. ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ ഇൻ ഫുഡ്, ഭക്ഷണത്തിൻ്റെ അടുത്ത അതിർത്തി എന്നതാണ് മേളയുടെ പ്രമേയം. ആഗോള ഭക്ഷ്യവ്യാപാരത്തിൻ്റെ ഭാവിയെ സ്വാധീനിക്കുന്ന തന്ത്രപ്രധാന സഹകരണങ്ങൾക്കും കരാറുകൾക്കും ഗൾഫ് ഫുഡ് വേദിയാകും. പ്രദർശനത്തിൻ്റെ 5 ദിവസത്തിനിടെ $20 ബില്യൺ വ്യാപാര കരാറുകൾ ഒപ്പുവെക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയടക്കം നിരവധി രാഷ്ട്രങ്ങൾക്ക് മേളയിൽ പ്രത്യേക പവലിയനുണ്ട്. ഇന്ത്യൻ പവലിയൻ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിന്ന് 370 കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. മേളയുടെ 1ാം ദിനം തന്നെ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രദർശനം കാണാനെത്തി. മീഡിയ 1, ദുബായ്. ദുബൈയിൽ നടന്ന മീഡിയ 1 സ്റ്റാർ ഷെഫ് പാചക മത്സരത്തിന്റെ 3ാം സീസണിൽ കോഴിക്കോട് സ്വദേശി അമ്മാറ സിദ്ദീഖ് ജേതാവായി. മാതാവ് സ്റ്റാർ ഷെഫ് പട്ടം നേടുന്ന വേദിയിൽ മകൻ ജൂനിയർ ഷെഫ് കിരീടം ചൂടുന്ന അപൂർവതയ്ക്കും മത്സരവേദി സാക്ഷിയായി. 2 പ്രാഥമിക ഘട്ട മത്സരങ്ങളിൽ നിന്ന് ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 10 പേർ തമ്മിലാണ് മുഹൈസിന ലുലു വില്ലേജിൽ നടന്ന ഫൈനൽ റൗണ്ടിൽ മാറ്റുരച്ചത്. വിധികർത്താക്കൾ നൽകുന്ന മിസ്റ്ററി ബോക്സിൽ നിന്നുള്ള ചേരുവകൾ കൊണ്ടുവേണം വിഭവമൊരുക്കാൻ. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ ജേതാവിനെ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം നടന്ന ജൂനിയർ ഷെഫ് മത്സരത്തിൽ ഒന്നാമതെത്തിയത് സ്റ്റാർ ഷെഫായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മാറ സിദ്ദീഖിന്റെ മകൻ അഹമ്മദ് യസാൻ. വർഷത്തെ സ്റ്റാർ ഷെഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർ ഷെഫ് അവാർഡും ജൂനിയർ ഷെഫ് അവാർഡും ഒരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉമ്മയും മകനും. ഞാൻ ഒരു ഇറ്റാലിയൻ റിസോർട്ടോ എന്ന് പറഞ്ഞ ഫേമസ് ഒരു ഡിഷിന് അതായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. അതിൻ്റെ മലയാളം വേർഷൻ, അതായത് നമ്മുടെ തനി നാടൻ കേരള ഡിഷ്, ഒരു പാസ്ത പോലെയുള്ള നമ്മളെ കപ്പയും അരിയൊക്കെ വെച്ചിട്ടും അത് അതിൻ്റെ കൂടെ ചിരട്ടയിൽ ദമ്മിട്ടിട്ട് ഒരു ഡിഷായിരുന്നു ഉണ്ടാക്കിയത്. ഒരു സ്റ്റഫ് സ്പിൻഡിൽ വിത്ത് കോക്കനട്ട് റാഞ്ച് ടോപ്ഡ് വിത്ത് സ്വീറ്റ് മാംഗോ ചട്നി. സ്റ്റാർ ഷെഫ് ഫൈനലിൽ VP ജസീന 2ാം സ്ഥാനം നേടി. 3ാം സ്ഥാനം അനീസ ജാഫറും ഉദയത്തും പങ്കിട്ടു. ജൂനിയർ ഷെഫിൽ അസീന ഫാത്തിമ 2ാം സ്ഥാനവും സെനിയ സാദ 3ാം സ്ഥാനവും നേടി. ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന വിഷയത്തിൽ നടന്ന കേക്ക് ഡെക്കറേഷൻ മത്സരത്തിൽ തൃശൂർ സ്വദേശി ഫെമിന സുധീറിനാണ് 1ാം സ്ഥാനം. ഞാനൊരു ഗാർഡൻ തന്നെ കൊണ്ടുവരാൻ നോക്കിയത്. അതിലൊരു സീറ്റിങ്ങും പിന്നെ അതുപോലെ ഫൗണ്ടെയിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഇനത്തിൽ തസ്നീം ബഷീർ 2ാം സ്ഥാനവും ഫസീല നൌഷാദ് 3ാം സ്ഥാനവും നേടി. ആവേശകരമായ പുട്ടുതീറ്റ മത്സരത്തിൽ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് സവാദ് ഒന്നാമതെത്തി. നെല്ലറയുടെ സ്വർണ്ണ നാണയമായിരുന്നു സമ്മാനം. 4 കുറ്റി പുട്ട് ഫുള്ളായിട്ട് തിന്ന്. കറക്റ്റ് നമുക്ക് 15 മിനിറ്റാണ് സമയം തന്നത്. പക്ഷേ നമ്മളൊരു 12 മിനിറ്റ് കൊണ്ട് എന്താക്കി 4 കുറ്റി ഫുള്ള് തിന്നിട്ട് നമ്മൾ നിന്ന്. നമുക്ക് 5ാമത്തെ കുറ്റി നമുക്ക് പൊളിക്കാന്ന്, പക്ഷേ അത് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അത് ഹോൾഡ് ചെയ്ത് വെച്ച്. പുട്ടടിയിൽ അജന്ത 2ാം സ്ഥാനവും ഫസീല 3ാം സ്ഥാനവും നേടി. സ്റ്റാർ ഷെഫ് ഓരോ സീസൺ പിന്നിടുമ്പോഴും മത്സരത്തിന്റെ നിലവാരം ഉയരുകയാണെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. ഒരു ലെവലിലുള്ളൊരു മത്സരം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു UAE ഭക്ഷണത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെയുള്ളൊരു നഗരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതിൽ കുറച്ച് നമ്മൾ ഇനി പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരറിവാണ് ഈ സീസൺ 3 വന്നിട്ട് കണ്ടസ്റ്റൻസ് ചെയ്തു വെച്ചത്. അങ്ങനെ ഈ സ്റ്റാൻഡേർഡിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല. സീരിയസ്ലി ഒരു രക്ഷയില്ലാത്ത ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഷെഫ്മാരാ ഇതിനകത്ത് വന്ന മുഴുവൻ മത്സരാർത്ഥികൾ. സ്റ്റൈലിലായിരുന്നു പ്രസൻറ്റേഷൻ, ഫുഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഷെഫ് പിള്ള രാജ് കലേഷ്, ലുലുവിലെ ജനറൽ മാനേജർ PA സാദിഖ്,
നെല്ലറ സെയിൽസ് മാനേജർ അനീസ്, ഷൈജു, മീഡിയ വൺ ജനറൽ മാനേജർ സവാബ് അലി, മീഡിയ സൊല്യൂഷൻ സീനിയർ മാനേജർ ഷഫ്നാസ് അനസ് തുടങ്ങിയവർ ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി. പാചക മത്സരത്തിന്റെ ഇടവേളകൾക്ക് താളം പകർന്ന് അബുദാബി മെഹഫിൽ മുട്ടിപ്പാട്ട് സംഘം സ്റ്റാർ ഷെഫ് വേദിയെ കൂടുതൽ ആവേശമുറ്റതാക്കി. യാസിർ അർഫാദിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്. തൃശൂർ അസോസിയേഷൻ കുവൈത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സ്റ്റീഫൻ ദേവസിയെയും ജനറൽ സെക്രട്ടറിയായി ഷാജിയെയും ട്രഷററായി വിനോദ് മേനോനെയും തെരഞ്ഞെടുത്തു. സഹഭാരവാഹികളായി ഷൈനി ഫ്രാങ്ക്, രാജൻ ചാക്കോ, റാഫി ജോസ്, സാബു കൊമ്പൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ബിജു കടവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഇന്ത്യൻ സ്കൂൾ ബൗഷറിൽ ബിരുദദാന ചടങ്ങ് നടന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ മിനിസ്ട്രി ഓഫ് മാൻ പവർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അബ്ദുൽ അസീസ് അൽ റവാഹി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇന്ത്യൻ സ്കൂൾ ബൗഷറിന്റെ ഡയറക്ടർ അശ്വിനി സാവേർക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിനോബ MP, ഷൺമുഖം, പുരുഷോത്തമൻ, സൗമ്യ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികളും ശ്രദ്ധേയമായി. മിഡിൽ ഈസ്റ്റിലെ പെർഫ്യൂം റീറ്റെയിലറായ വി പെർഫ്യൂംസിന്റെ 51ാം ഷോറൂമിന് സൗദിയിൽ തുടക്കമായി. ജിദ്ദയിലെ മാൾ ഓഫ് അറേബ്യയിലാണ് പുതിയ സ്റ്റോർ തുറന്നത്. അന്താരാഷ്ട്ര ബ്രാൻഡുകളടക്കമുള്ള വിവിധ പെർഫ്യൂമുകളാണ് പുതിയ സ്റ്റോറിലും ലഭ്യമാക്കുക. 51ാം ഷോറൂമിനാണ് സൗദിയിൽ തുടക്കമായത്. ജിദ്ദയിലെ മാൾ ഓഫ് അറേബ്യയിലാണ് പുതിയ സ്റ്റോർ തുറന്നത്. പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം ഭിന്നശേഷിക്കാരിയായ അറബ് പെൺകുട്ടി നിർവഹിച്ചു. വി പെർഫ്യൂംസിന്റെ സ്ഥാപകരായ ഫൈസൽ CP, ഫൈസൽ അബു, യൂസഫ് അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ജൈസൽ KP, ജഹാംഗീർ ഇളയടത്ത്, സ്ഥാപനത്തിലെ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. വി പെർഫ്യൂംസിന്റെ എക്സ്ക്ലൂസീവ് പെർഫ്യൂംസ്, അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിവിധ പെർഫ്യൂമുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് പുതിയ സ്റ്റോറിലും ലഭ്യമാക്കുക. സൗദിയിലെ മുഴുവൻ പ്രവിശ്യകളിലും അടുത്തുതന്നെ ശാഖകൾ തുറക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ വൺ, ജിദ്ദ. ഊതും അത്തറും സ്പ്രേയുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പെർഫ്യൂമുകൾ ഉപയോഗിക്കുക എന്നത് സെൽഫ് കെയർ കൂടിയാണ്. ഫെബ്രുവരി 17 ലോക പെർഫ്യൂം ഡേ എന്ന പേരിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ പെർഫ്യൂം ഡേയിൽ കോഴിക്കോട്ടെ പെർഫ്യൂം വ്യാപാരത്തിന്റെ വിശേഷങ്ങൾ കാണാം. അത്തറ്, സ്പ്രേ, ഊത് എന്നിങ്ങനെ വിവിധതരം പെർഫ്യൂമുകളുടെ വിപുലമായ ശേഖരങ്ങളുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് കോഴിക്കോടുള്ളത്. രാജ്യത്തിന് പുറത്തുള്ളവർ പോലും പെർഫ്യൂമുകൾ വാങ്ങാനായി കോഴിക്കോട് എത്തുന്നുണ്ട്. കൂടുതൽ പോകുന്നത് ഇന്ത്യൻ്റെ ഊതാണ്. അറബ്സ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടെ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് വരുന്ന അറബ്സാണ് കൂടുതലായിട്ട് വരാറുള്ളത്. ഇപ്പോൾ ഒരു 30,000 വരെ വരുന്ന പെർഫ്യൂമിന് ഇൻസ്പയർ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ അവൈലബിളാണ്. അത്ര ചെറിയ ആ സെയിം സ്മെല്ലിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രക്കും അതിൻ്റെ ഓയിൽ മാത്രമായിട്ട്. പിന്നെ അതിൽ തന്നെ വരുന്ന ഒരുപാട് ഈ ബക്രാത്ത് റോജ് ഡോവ് അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡഡ് പെർഫ്യൂമുകൾ സ്മെല്ലുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രായത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകളുടെ ബ്രാൻഡുകളും മാറും. നമ്മൾ തന്നെ ആയിട്ടുള്ള ഓണായിട്ടുള്ള ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ധൈര്യമായിട്ട് വിശ്വസിച്ച് 100% നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം മാക്സിമം കസ്റ്റമറിന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കുന്നതാണ്. ഏജിനനുസരിച്ചിട്ടാണ് ഈ മെയിനായിട്ട് ദാൻലൂത്ത് കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ആ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ടാണ് പ്രൈസും കാര്യങ്ങളൊക്കെ റേഞ്ച് ചെയ്യുന്നത്. വിപണിയിലെത്തുന്ന ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട്ടെ പെർഫ്യൂം വ്യാപാരികൾ. മീഡിയ വൺ, കോഴിക്കോട്. കുവൈത്ത് സെന്റർ മാർത്തോമ ജോയിന്റ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഫെബ്രുവരി 17 മുതൽ 20 വരെ നടക്കുന്ന മരുഭൂമിയിലെ മാരാമൺ കൺവെൻഷനിൽ ഫാദർ ബോബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. അടൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഫെബ്രുവരി 20 വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് എപ്പിസ്കോപ്പമാരായ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം, സക്കറിയാസ് മാർ അപ്രേം എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വോയിസ് കുവൈത്ത് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഷനിൽ വെങ്ങളത്ത് അധ്യക്ഷത വഹിച്ചു. സുജീഷ് പി ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ബിപിൻ കെ ബാബു സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. PG ബിനുവിനെ ചെയർമാനായും ജോയ് നന്ദനത്തെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു.
സുജീഷിനെ ജനറൽ സെക്രട്ടറിയായും ബിപിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ഓവർസീസ് സൗദി ജുബൈൽ ഘടകം രൂപീകരിച്ചു. പ്രസിഡന്റായി എബി ജോൺ ചെറുവക്കലിനെയും ജനറൽ സെക്രട്ടറിയായി അബ്ദുറഹ്മാൻ ആലപ്പുഴയെയും ട്രഷററായി ശൈലകുമാറിനെയും തെരഞ്ഞെടുത്തു. അൻസാർ MK ആണ് വർക്കിംഗ് പ്രസിഡന്റ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഗോബ്രയിലെ ആർട്ട് എക്സിബിഷൻ ശ്രദ്ധേയമായി. ആർട്ട് വേവ്സ് 2025 എന്ന പേരിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. 400ഓളം കുട്ടികളും 70 അധ്യാപകരും ചേർന്ന് ഒരു വർഷം കൊണ്ട് തയ്യാറാക്കിയ ഗ്ലോറിയസ് ഒമാൻ എന്ന ചിത്രമായിരുന്നു എക്സിബിഷനിലെ പ്രധാന ആകർഷണം. ഇന്ത്യൻ സ്കൂൾ ഗോബ്ര എല്ലാ വർഷവും ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിക്കാറുണ്ട്. ആർട്ട് വേവ്സ് 2025 എന്ന പേരിലായിരുന്നു ഇപ്രാവശ്യത്തെ പരിപാടി. ഒമാൻ കലാ ക്ലബിൻ്റെ വൈസ് ചെയർമാൻ ഡോക്ടർ സൗദ് നാസർ അൽ ഹുനൈനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രദർശനത്തിലെ പ്രധാന ആകർഷണം ഗ്ലോറിയസ് ഒമാൻ എന്ന ചിത്രമായിരുന്നു. ഒമാനിലെ സാംസ്കാരിക കലാവിനോദ വിജ്ഞാനങ്ങളെ കോർത്തിണക്കി 400ഓളം കുട്ടികളും 70 അധ്യാപകരും ചേർന്ന് ഒരു വർഷം കൊണ്ട് തയ്യാറാക്കിയതായിരുന്നു ഈ ചിത്രം. ചിത്രത്തിൻ്റെ ഒരു ഭാഗത്തിന് ഹുനൈനി ലൈവായി നിറം കൊടുക്കുകയും ചിത്രം പ്രകാശനം ചെയ്യുകയും ചെയ്തു. ആർട്ട് അധ്യാപകരായ രാജേഷ് ദീപൽ, നാൻസി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്ലോറിയസ് ഒമാൻ തയ്യാറായത്. കലാകാരന്മാർക്കുള്ള ഒരു ആദരവ് കൂടിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ എക്സിബിഷൻ എന്ന് പ്രധാനാധ്യാപിക പാപ്രി ഘോഷ് പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. മസ്കത്ത് ടെന്നീസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഫെബ്രുവരി 20, 21, 22 തീയതികളിലായി നടക്കും. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഒമാനിലെ 24 മുൻനിര ടീമുകൾ മാറ്റുരയ്ക്കും. ഓരോ ടീമിനും 2 വിദേശ താരങ്ങളെ അതിഥി താരങ്ങളായി കളിപ്പിക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര ടെന്നീസ്, ബോൾ, ക്രിക്കറ്റ് താരങ്ങൾ അതിഥി താരങ്ങളായി പങ്കെടുക്കും. ഒമാനിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ടൂർണമെന്റ് എന്ന പ്രത്യേകതയും മസ്കത്ത് ടെന്നീസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിനുണ്ട്. കുവൈത്ത് കേരള ഡിസ്ട്രിക്ട് ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് അബ്ബാസിയ ഓപ്പൺ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ 14 ജില്ലാ ടീമുകൾ മത്സരിക്കും. ലീഗിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ജേഴ്സി പ്രകാശനം ഫർവാനിയയിൽ വെച്ച് നടന്നു. ഷെറി ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നിതീഷ് അധ്യക്ഷത വഹിച്ചു. 6 ഓവർ വീതമുള്ള മത്സരങ്ങൾ നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. UAE-യിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് പ്രമുഖ ജനറൽ ട്രേഡിംഗ് കമ്പനിയായ വൈറ്റ് വിങ്സ് ഉമ്മുൽ ഖുവൈനിൽ ആരംഭിച്ച ഗോഡൌൺ പ്രഭാഷകൻ സിംസാറുൽ ഹക്ക് ഹുദവി ഉദ്ഘാടനം ചെയ്തു. ജനറൽ ട്രേഡിംഗിൽ 35 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് വൈറ്റ് വിങ്സ് UAE-യിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റൈഡ്കോയുടെ ഉൽപ്പന്നങ്ങളടക്കം നിരവധി പ്രോഡക്റ്റുകൾ വൈറ്റ് വിങ്സ് വിപണിയിലെത്തിക്കും. UAE-ക്ക് പുറമെ മറ്റു GCC രാഷ്ട്രങ്ങൾ, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി കമ്പനിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. നമുക്ക് ഈ ഫുഡ് ഐറ്റംസിൽ 30 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് വെറും ഫുഡ് മാത്രമല്ല, നമ്മൾ ഗാർമെൻറ്റ്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇതെല്ലാം വിപുലപ്പെടുത്തിയിട്ട് കുറഞ്ഞ മാർജിൻ വെച്ചിട്ട് ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യാൻ നല്ലൊരു ഇത് തന്നെയാണ്. കേരളത്തിൽ 1972 മുതൽ സ്റ്റാർട്ട് ചെയ്ത റെഡ്കോ എന്ന് പറഞ്ഞ ഫുഡ് പ്രൊഡക്റ്റാണ് നമ്മളിവിടെ വരുത്തിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അത് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് കഴിക്കാനും എപ്പം കഴിക്കാനും അത് വിശ്വാസയോഗ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം വരുന്ന ഇളനാടുകീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ GCC ഡിസ്ട്രിബ്യൂഷനാണ്. അത് ഇവിടെ പിന്നെ അടുത്തത് നമ്മൾ ഇനി വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത് കേരളത്തിലുള്ള സെമി ഗവൺമെൻറ് പ്രൊഡക്റ്റുകളാണ്. അവർക്ക് നല്ല ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കേരള മാർക്കറ്റിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു പ്രൊഡക്റ്റല്ല. അതിനൊരു ഓൾ ഓവർ വേൾഡിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. അത് ഫസ്റ്റ് സ്റ്റേജിൽ UAE-യിൽ സ്റ്റാർട്ട് ചെയ്ത് ക്രമേണ GCC പ്ലസ് യൂറോപ്യൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്ലാനിലാണ് നമ്മൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. റെഡ്കോയുടെ മസാലപ്പൊടികൾ, പുട്ടുപൊടി, പത്തിരിപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം നേരത്തെ വ്യവസായ മന്ത്രി P. രാജീവ് നിർവഹിച്ചിരുന്നു. ഡയറി കമ്പനി ഇളനാടിൻ്റെ ഉൽപ്പന്നങ്ങളും സഖിയുടെ തേയില ഉൽപ്പന്നങ്ങളും വൈറ്റ് വിങ്സ് വിപണിയിലെത്തിക്കുന്നുണ്ട്. ഉദ്ഘാടന വേളയിൽ കമ്പനി പാർട്ട്ണർമാരായ CH അസീസ്, CH ഹാരിസ്, VV മഹ്മൂദ് അടക്കമുള്ളവർ സംബന്ധിച്ചു. മീഡിയ 1 ഉമ്മുൽ ഖുവൈൻ. OICC ദമാം റീജിയണൽ കമ്മിറ്റി ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. C. അബ്ദുൽ ഹമീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. റീജിയണൽ പ്രസിഡന്റ് DK സലീം, പ്രതിനിധികളായി ജോൺ കോശി, സിറാജ് പുറക്കാട്, ഹനീഫ റാവുത്തർ, റഫീഖ് കുട്ടലങ്ങാടി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ എതിരാളികളെ നിഷ്കരുണം കൊലപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതാണ് CPM-ന്റെ ഫാസിസ്റ്റ് ശൈലി. ഇത്തരത്തിൽ ഇരയാകേണ്ടി വന്ന ധീര യുവാവാണ് ഷുഹൈബ് എന്നും പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഷിഹാബ് കായംകുളം, CT ശശി എന്നിവർ നേതൃത്വം നൽകി.
വേൾഡ് മലയാളി കൗൺസിൽ സൗദി അൽക്കോബാർ ഘടകം പി ജയചന്ദ്രൻ MT അനുസ്മരണം സംഘടിപ്പിച്ചു. അടർന്നു വീണ പാട്ടും കഥയും എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രവിശ്യയിലെ സംഗീത കലാരംഗത്തുള്ളവർ പങ്കെടുത്തു. WMC മിഡിൽ ഈസ്റ്റ് ചെയർമാൻ സന്തോഷ് കേട്ടേത്ത്, അനിത സന്തോഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഷമീം കാട്ടാക്കട, നജീബ് അരഞ്ഞിക്കൽ, അഷ്റഫ് ആലുവ എന്നിവർ സംസാരിച്ചു. പി ജയചന്ദ്രന്റെ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനസന്ധ്യയും കലാപരിപാടികളും അരങ്ങേറി. ദിനേശ് MK, അജീം ജലാലുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശി രാജേഷ് ശശിധരനാണ് മരിച്ചത്. ഇന്റീരിയർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ബഹ്റൈൻ പ്രതിഭാ ഹെൽപ്പ് ലൈനും കമ്പനിയും സഹകരിച്ച് നടത്തിവരുന്നു. 4 OICC നേതാക്കളെ സൗദി കേന്ദ്ര കമ്മിറ്റി പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് നടപടി. KPCC ഇവരുടെ പ്രാഥമിക അംഗത്വവും റദ്ദു ചെയ്തിരുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് 4 OICC നേതാക്കളുടെ പ്രാഥമികാംഗത്വം റദ്ദാക്കിയത്. ഷാനിയാസ് കുന്നിക്കോട്, ഷാജി ചുനക്കര, നൌഷാദ് തൊടുപുഴ, നിസാം മണ്ണിൽ എന്നിവർക്കെതിരെയാണ് നടപടി. KPCCയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൽ. OICC ഭാരവാഹികളായിരിക്കെ നിരവധി പരാതികൾ ഇവർക്കെതിരെ KPCCക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവാസി സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ മക്ക സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇവർ. സമാന്തര പ്രവർത്തനങ്ങൾ AICCയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് വരുമെന്നും OICC നേതാക്കൾ പറഞ്ഞു. മീഡിയ 1 ജിദ്ദ. ബഹ്റൈനിൽ ഇനി മുതൽ 6 മാസത്തെ തൊഴിൽ വിസ അനുവദിക്കാൻ തീരുമാനം. വാണിജ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നിലവിൽ ബഹ്റൈനിൽ താമസിക്കുന്ന പ്രവാസികൾക്കായിരിക്കും പുതിയ വിസ അനുവദിക്കുക. നിലവിൽ നൽകുന്ന 1 വർഷവും 2 വർഷവും കാലാവധിയുള്ള വിസകൾക്ക് പുറമെ 6 മാസത്തെ പുതിയ തൊഴിൽ വിസ കൂടി അനുവദിക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് പ്രഖ്യാപിച്ചത്. ബഹ്റൈനിലുള്ളവരും വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായവർക്ക് ഇനി മുതൽ ഈ പുതിയ വർക്ക് പെർമിറ്റ് ലഭ്യമാക്കും. തൊഴിൽ രംഗത്ത് നിലവിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കലാണ് പുതിയ പരിഷ്കാരം വഴി ലക്ഷ്യമിടുന്നത്. ബഹ്റൈനിലുള്ള പ്രവാസി തൊഴിലാളികൾക്കായി മാത്രമേ 6 മാസത്തെ വർക്ക് പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ എന്നും വിദേശത്തു നിന്നുള്ള പുതിയ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിന് ഇത് ബാധകമാവില്ലെന്നും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളുടെ കഴിവുകൾ മൂല്യനിർണ്ണയം ചെയ്യാനും അവരുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനും പരിഷ്കാരം വഴി സാധിക്കുമെന്നും കമ്പനികൾക്ക് ചെലവ് നിയന്ത്രിക്കാനും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിയമനങ്ങൾ നടത്താനും പുതിയ വർക്ക് പെർമിറ്റുകൾ വഴിയൊരുക്കുമെന്നുമാണ് അധികൃതരുടെ വിലയിരുത്തൽ. പുതിയ വർക്ക് പെർമിറ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ LMRA.gov.bh എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയതായും അധികൃതർ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. AI അടിസ്ഥാനമാക്കിയുള്ള ആധുനിക വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച് എറണാകുളം മന്നം ഇസ്ലാമിക് UP സ്കൂൾ NI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്ററിംഗ് ഫ്യൂച്ചർ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഹാരിസ് ബീറാൻ MP, മീഡിയ 1 CEO റോഷൻ കക്കാട്ട്, ജില്ലാ വിദ്യാഭ്യാസ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാരോൺ പനക്കൽ, കോസ്റ്റൽ ഹോൾഡിംഗ് ഗ്രൂപ്പ് CEO നിഷാദ അസീം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. AI അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകൾ, ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്ലാസുകൾ, സംരംഭക മനോഭാവം വളർത്തിയെടുക്കാനുള്ള പരിശീലനം എന്നിവയൊക്കെയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഖത്തർ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി യൂത്ത് ഫോറം ഫാമിലി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. വക്ര ശാന്തി നികേതൻ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന സ്പോർട്സ് മീറ്റിൽ യൂത്ത് ഫോറത്തിന്റെ ഖത്തറിലെ വിവിധ സോണുകളിൽ നിന്നുള്ള പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പെനാൽറ്റി ഷൂട്ടൌട്ട്, വടംവലി, പുഷപ്പ് ചലഞ്ച് തുടങ്ങി പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ കായിക ഇനങ്ങൾ അരങ്ങേറി. ആക്ടിംഗ് പ്രസിഡന്റ് ആരിഫ് അഹമ്മദ് ഫാമിലി സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി കുട്ടികൾക്കായി വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഗ്ലോബൽ NRI വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററും അൽ ഹിലാൽ മനാമ സെന്ററിലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 400ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് ജാബിർ വൈദ്യരകത്ത് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ ഫസലുൽ ഹക്ക് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈനിലെ തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ അനന്തപുരി അസോസിയേഷൻ കുടുംബസംഗമവും വിന്റർ ക്യാമ്പും സംഘടിപ്പിച്ചു. സക്കീറിൽ നടന്ന ക്യാമ്പിൽ വിവിധ വിനോദ പരിപാടികളും അരങ്ങേറി. പ്രസിഡന്റ് ദിലീപ് കുമാർ, സന്തോഷ് ബാബു, മിൽട്ടൺ റോയ് എന്നിവർ നേതൃത്വം നൽകി. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനിലയിലേക്ക്. മസ്കത്ത് കുറഞ്ഞ താപനില 22 ഡിഗ്രി, കൂടിയത് 28 ഡിഗ്രി. സലാല 19, 25. ദോഹ 16 ഡിഗ്രി, കുറഞ്ഞ താപനില, കൂടിയത് 27 ഡിഗ്രി. കുവൈറ്റ് സിറ്റി 11, 21. മനാമ കുറഞ്ഞത് 12 ഡിഗ്രി, കൂടിയത് 21 ഡിഗ്രി.
ബഹ്റൈൻ്റെ പുരോഗതിയിലേക്കുള്ള പ്രയാണം അടയാളപ്പെടുത്തി രാജ്യമെങ്ങും ദേശീയ ആക്ഷൻ ചാർട്ടറിന്റെ 24ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ആക്ഷൻ ചാർട്ടറിന്റെ 24ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സക്കീറിൽ നടന്ന ചടങ്ങിൽ രാജാവിനോടൊപ്പം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും സംബന്ധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയിൽ രാജ്യത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ത്തിലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. ഭരണാധികാരികളെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ദേശീയ പതാകകൾ വീശിയും സ്നേഹാദരത്തോടെ ആനയിച്ചു. രാജ്യത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് കൊഴുപ്പേകി. മികവുറ്റ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തെ രാജാവ് അഭിനന്ദിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഡി സ്റ്റവർ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.